ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? എന്നെ സപ്പോർട്ട് ചെയ്തു വരുന്ന എല്ലാ പിന്തുണയും നൽകിപ്പോരുന്ന നിങ്ങളാണ് എൻ്റെ കരുത്ത്. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവും നന്ദിയും എല്ലാം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഒറ്റമൂലിയാണ്. അത് കഴിഞ്ഞ ദിവസം അവിചാരിതമായി ഇപ്പോൾ വരെ അനുഭവിക്കാത്ത ഒരു വേദന, പല്ലുവേദന, പല്ലിൻ്റെ ഇടയിലിരുന്ന് ഇങ്ങനെ കുത്തിയുള്ള വേദന വരുന്നു. അത് രാത്രി കിടന്ന് കുറേ അധികം സമയം കഴിഞ്ഞപ്പോഴേക്കും വേദന ഇങ്ങനെ കുത്തി വരുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു രാത്രിയായി മാറി പല്ലുവേദന. അപ്പോൾ ഞാൻ നോക്കിയത്, നമുക്ക് യൂട്യൂബിൽ തന്നെ പലതരത്തിലുള്ള വിവരങ്ങൾ ഓരോരോ അസുഖത്തെ സംബന്ധിച്ചും കിട്ടുമല്ലോ. അപ്പം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ പ്രതിവിധി എന്ന രീതിയിൽ കൈ കിട്ടിയതിൻ്റെ ചില ടിപ്സ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് അത്യധികം ഫലം തരികയും ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് കല്ലുപ്പാണ്. ഈ കല്ലുപ്പുണ്ടല്ലോ, കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, എന്നിട്ട് ചെറു ചൂടോടെ വായിൽ കൊള്ളുക. അത് കുറച്ച് നേരം ഇങ്ങനെ കവിളിൽ കൊണ്ടുകൊണ്ട് നിൽക്കുക. അത് ആവർത്തിച്ച് ഒരു ദിവസം ഒരു 2-3 തവണ ചെയ്താൽ പല്ലുവേദന മാറാൻ നല്ലതാണ്. അപ്പോൾ പല്ലുവേദന വന്നപ്പോൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ പൊടിക്കൈകളാണിത്. അതാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അതിലൊന്നും കല്ലുപ്പ് വേണം, പൊടിയുപ്പാവരുത് കേട്ടോ. കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചിട്ട് ചെറു ചൂടോടുകൂടി അത് വായിൽ കവിളിക്കൊള്ളുക. ഓക്കെ. പിന്നെ മറ്റൊന്നുണ്ട്, ഗ്രാമ്പുവാണ്. ഈ ഗ്രാമ്പു ഉണ്ടല്ലോ, അത് പല്ലിൽ പതുക്കെ ഒന്ന് നമ്മൾ തന്നെ കടിച്ച് അത് പല്ലിനിടയിലേക്ക് വയ്ക്കുക. അത് പല്ലിനിടയിൽ കുറേ അധികം സമയം വരും. നല്ലതാണ്, നല്ല എഫക്റ്റീവാണ്. ഇന്നലെ വൈകിട്ട് ഞാനിതിങ്ങനെ 2 എണ്ണം എടുത്ത് പൊട്ടിച്ച് പല്ലിനിടയിൽ വെച്ചുകൊണ്ട് കിടന്നു. അത് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും പല്ലുവേദന ഏത് വഴിക്ക് പോയെന്നറിയില്ല. ഇത് രണ്ടുമാണ് ഞാൻ പ്രയോഗിച്ചു നോക്കിയത്, കല്ലുപ്പിൻ്റെ പ്രയോഗവും ഈ ഗ്രാമ്പൂവിൻ്റെ പ്രയോഗവും. ഈ പല്ലുവേദനയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ച ഗ്രാമ്പുവാണിത്. പിന്നെ മറ്റൊന്ന് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി പ്രയോഗത്തിനോട് എനിക്ക് പിന്നെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയില്ല. ഈ കല്ലുപ്പും ഗ്രാമ്പൂവിൻ്റെ പ്രയോഗം പോലെ തന്നെ ചെയ്യാവുന്ന ഒന്നാണ്. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അത് പതുക്കെ ചെറുതായിട്ട് ചതച്ചിട്ട് പല്ലിനിടയിൽ വയ്ക്കുക. അപ്പോൾ അങ്ങനെ വെക്കുന്നതും പല്ലുവേദന മാറാൻ ഉത്തമമാണത്. അപ്പം നമ്മളെല്ലാം ചില ചെറിയ പൊടിക്കൈകളെല്ലാം ഇങ്ങനെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ചില സന്ദർഭത്തിൽ നമുക്ക് പ്രയോഗിച്ചുകൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന കഷ്ടതകൾ ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പെയിനൊക്കെ വരുമ്പോൾ പല്ലുവേദന, തലവേദന, അപ്പോൾ എനിക്ക് ഇന്നേ വരെ വരാത്ത ഒരു ഇതായിരുന്നു പല്ലിൽ വേദന. അത് കഴിഞ്ഞ ദിവസം ഞാൻ നന്നായിട്ട് അനുഭവിച്ചു. ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്കിനെ പല്ലിനിടയിലിരുന്ന് കുത്തി കൊള്ളുന്ന തരത്തിലുള്ള വേദന വന്നപ്പോൾ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഞാൻ തന്നെ ചിന്തിച്ചു ഇതിനൊരു പൊടിക്കൈ ചെയ്യണമല്ലോ എന്ന്. അപ്പോൾ അതിനെ കണ്ടെത്തിയ പൊടിക്കൈ അത് വളരെ ഫലപ്രദമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 3 വിദ്യകൾ ഉപയോഗിക്കാം. വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് ചതച്ച് പല്ലിൻ്റെ ഇടയിൽ കുറച്ച് സമയം വയ്ക്കാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് കല്ലുപ്പ്, അത് കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് തണുത്ത് ചെറു ചൂടോട് വായിൽ കൊള്ളാം. മൂന്നാമത്തേന്ന് പറയുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു 2 എണ്ണം എടുത്തിട്ട് പതുക്കെ കടിച്ച് എടുത്ത് അത് പല്ലുവേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് കുറേ സമയം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് കൊണ്ട് നമ്മുടെ പല്ലുവേദന, കുത്തലുണ്ടല്ലോ, വേദനയുടെ കുത്തൽ അതങ്ങ് മാറുവാനായിട്ട് വളരെ നല്ലതാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലുള്ള സന്ദർഭങ്ങൾ വന്നുപെട്ടാൽ, പല്ലുവേദന പോലുള്ള സന്ദർഭങ്ങൾ വന്നുപെട്ടാൽ നിങ്ങൾക്കും ഈ പൊടിക്കൈ ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളിതുവരെ എന്നെ പിന്തുണച്ചു വന്നിട്ടുള്ള എല്ലാവരോടും ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.